നമസ്കാരം. SSLC ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ചാപ്റ്റർ 2 ലെൻസസ്, അതായത് ലെൻസുകൾ. ഈ പാഠത്തിൽ നിന്ന് സാധാരണയായി ഒരു 4 മുതൽ 5 മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ ഉറപ്പായും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും ലെൻസുകളെക്കുറിച്ചുള്ള എല്ലാ അടിസ്ഥാന കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കാനും കണക്കുകൾ ചെയ്യാനും നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കും. ലെൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഒരുപക്ഷേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന കണ്ണടകളാവാം, അല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ലെൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു സാധാരണ ഗ്ലാസ് കഷ്ണം പോലെയാണോ ലെൻസ്? അല്ല. പിന്നെ എന്താണ് ഒരു ലെൻസിനെ വ്യത്യസ്തമാക്കുന്നത്? അതെങ്ങനെയാണ് പ്രകാശത്തെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്? നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഈ പാഠം മുഴുവനായിട്ടും മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ഓർഡറിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആദ്യം ലെൻസിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കും, പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകളും നിയമങ്ങളും. അത് കഴിഞ്ഞ് ചിത്രം വരയ്ക്കാൻ പഠിക്കും, പിന്നെ പരീക്ഷയിലെ കണക്കുകൾ ചെയ്യും. ഏറ്റവും അവസാനം ഒരു ഫൈനൽ റിവിഷനും ഉണ്ടാവും. ശരി, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഭാഗം തുടങ്ങാം. ലെൻസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ടാണിത് പഠിക്കുന്നതെങ്കിൽ പോലും ഒരു പേടിയും വേണ്ട. വളരെ പതുക്കെ ഓരോന്നായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ 2 ചിത്രങ്ങളിലേക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇടതുവശത്തുള്ളത് ഒരു സാധാരണ ഗ്ലാസ് ഷീറ്റാണ്. പ്രകാശം അതിലൂടെ നേരെ കടന്നുപോകുന്നു, അത്രയുള്ളൂ. എന്നാൽ വലതുവശത്തുള്ള ലെൻസ് നോക്കൂ. അതിൽ വന്ന് വീഴുന്ന പ്രകാശരശ്മികളെ അത് ഒരു പോയിന്റിലേക്ക് ഒരുമിപ്പിക്കുന്നു, അതായത് കൺവേർജ് ചെയ്യിക്കുന്നു. ഇതാണ് ഒരു ലെൻസും സാധാരണ ഗ്ലാസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഈ ഒരു കഴിവാണ് ലെൻസിനെ ഇത്രയധികം ഉപയോഗപ്രദമാക്കുന്നത്. നമുക്ക് പ്രധാനമായും 2 തരം ലെൻസുകളാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്നാമത്തേത് കോൺവെക്സ് ലെൻസ്, രണ്ടാമത്തേത് കോൺകേവ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണെന്നാൽ അതിൻ്റെ നടുഭാഗം കനം കൂടിയും അരികുകൾ കനം കുറഞ്ഞുമിരിക്കും. ഇത് പ്രകാശത്തെ ഒരു പോയിന്റിലേക്ക് ഒരുമിപ്പിക്കുന്നു, അതായത് കൺവേർജ് ചെയ്യുന്നു. ഇനി കോൺകേവ് ലെൻസ് നോക്കൂ. അതിൻ്റെ നടുഭാഗം കനം കുറഞ്ഞും അരികുകൾ കനം കൂടിയുമിരിക്കും. ഇത് പ്രകാശത്തെ പരസ്പരം അകറ്റുന്നു, അതായത് ഡൈവേർജ് ചെയ്യുന്നു. ഈ 2 വാക്കുകളും കൺവേർജ്, ഡൈവേർജ് നന്നായിട്ട് ഓർത്തുവെക്കണം. ഓക്കെ, അപ്പോൾ ലെൻസുകൾ എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി ഈ പാഠം മുന്നോട്ട് പഠിക്കണമെങ്കിൽ ചില പ്രധാനപ്പെട്ട വാക്കുകൾ, അതായത് കീ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കാനും ഉത്തരം എഴുതാനുമൊക്കെ ഈ വാക്കുകൾ നിർബന്ധമാണ്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ടേമാണ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ സ്ക്രീനിൽ കാണുന്നത് പോലെ O എന്ന വലിയ അക്ഷരം വെച്ചാണ് നമ്മളിത് അടയാളപ്പെടുത്താറ്. എന്താണ് ഈ ഒപ്റ്റിക് സെന്റർ? വളരെ സിമ്പിളാണ്. ഒരു ലെൻസിന്റെ കൃത്യം നടുവിലുള്ള പോയിന്റ്, എ മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസ്, അത്രയുള്ളൂ. ഈ ചിത്രങ്ങളിൽ നോക്കൂ. കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും കൃത്യം നടുക്കായി O എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? അതാണ് അവയുടെ ഒപ്റ്റിക് സെന്റർ. ഇതൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു വെച്ചോളൂ. അടുത്ത പ്രധാനപ്പെട്ട വാക്കാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, അഥവാ മുഖ്യ ഫോക്കസ്. F എന്ന അക്ഷരം കൊണ്ടാണ് നമ്മളത് അടയാളപ്പെടുത്തുന്നത്. ഒരു ലെൻസിലേക്ക് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ ലെൻസിലൂടെ കടന്നുപോയ ശേഷം ഒരു പോയിന്റിൽ ഒന്നിക്കുകയോ, അതായത് കൺവേർജ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായി നമുക്ക് തോന്നുകയോ, അതായത് ഡൈവേർജ് ചെയ്യുന്നതായി തോന്നുകയോ ചെയ്യും. ആ പ്രധാനപ്പെട്ട പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് 2 ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കോൺവെക്സ് ലെൻസിൽ നോക്കിക്കേ, സമാന്തരമായി വരുന്ന രശ്മികൾ ലെൻസ് കടന്നിട്ട് ശരിക്കും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിനെ നമ്മൾ റിയൽ ഫോക്കസ് എന്ന് പറയും. എന്നാൽ കോൺകേവ് ലെൻസിൽ അങ്ങനെയല്ല. രശ്മികൾ അങ്ങോട്ട് വികസിച്ചു പോവുകയാണ്, അവ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടുന്നില്ല. പകരം ആ രശ്മികളെ നമ്മൾ പുറകിലേക്കിങ്ങനെ നീട്ടി വരച്ചാൽ അവ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായി നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇതിനെ വെർച്വൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയമങ്ങളാണ്. ഈ 3 നിയമങ്ങൾ അറിയാമെങ്കിൽ ഏത് ചിത്രം വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിയമം 1: പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി, അതായത് പാരലലായി വരുന്ന രശ്മി ലെൻസിലൂടെ കടന്നുപോയ ശേഷം ഫോക്കസിലൂടെ Fലൂടെ പോകും. നിയമം 2: ഒപ്റ്റിക് സെന്ററിലൂടെ Oയിലൂടെ കടന്നുപോകുന്ന രശ്മിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല, അത് നേരെ അങ്ങ് പോകും. നിയമം 3: ഫോക്കസിലൂടെ Fലൂടെ വരുന്ന രശ്മി ലെൻസ് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പാരലൽ പോകും. ഈ 3 നോട്ട്ബുക്കിൽ ഭംഗിയായി എഴുതിയെടുക്കണം കേട്ടോ. ശരി, അപ്പോൾ നമ്മളിപ്പം 3 നിയമങ്ങൾ പഠിച്ചല്ലോ. ഇനി ആ നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഇമേജ് ഡയഗ്രം, അതായത് പ്രതിബിംബത്തിന്റെ ചിത്രം വരയ്ക്കുന്നതെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ചോദ്യമാണിത്. നമുക്കൊരു ഉദാഹരണം വെച്ച് തുടങ്ങാം. വസ്തു, അതായത് ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2Fന് അപ്പുറത്താണ്. പ്രതിബിംബം വരയ്ക്കാൻ നമുക്ക് കുറഞ്ഞത് 2 രശ്മികൾ വേണം. അപ്പോൾ ഒന്നാമത്തെ രശ്മി
വസ്തുവിന്റെ മുകളിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായി വരയ്ക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ നിയമം ഓർമ്മയില്ലോ? പാരലലായി വരുന്ന രശ്മി എങ്ങോട്ട് പോകും? അതെ, അത് ഫോക്കസിലൂടെ എഫ് കടന്നുപോകും. ഇനി പ്രതിബിംബം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ടാമത്തെ രശ്മി വരയ്ക്കാം. ഏറ്റവും എളുപ്പമുള്ള രണ്ടാമത്തെ നിയമം ഉപയോഗിക്കാം. വസ്തുവിന്റെ അതേ മുകളിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു രശ്മി വരയ്ക്കുക. രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന രശ്മിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല, അത് നേരെ പോകും. ഇപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് രശ്മികളും ലെൻസ് കഴിഞ്ഞു ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ആ പോയിന്റിലാണ് നമ്മുടെ പ്രതിബിംബം, അതായത് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വരച്ച ചിത്രം നോക്കി ഈ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതാം. 1. പൊസിഷൻ അഥവാ സ്ഥാനം. ഇത് എവിടെയാണ്? ചിത്രത്തിൽ വ്യക്തമാണ്. എഫിനും 2Fനും ഇടയിലാണ്. 2. നേച്ചർ അഥവാ സ്വഭാവം. രശ്മികൾ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടിയതുകൊണ്ട് ഇത് ഒരു റിയൽ ഇമേജാണ്. പിന്നെ ചിത്രം നോക്കൂ, പ്രതിബിംബം തലകീഴായാണിരിക്കുന്നത്, അതുകൊണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. 3. സൈസ് അഥവാ വലിപ്പം. വസ്തുവിനേക്കാൾ ചെറുതാണ് പ്രതിബിംബം, അതുകൊണ്ട് ഡിമിനിഷ്ഡ്. ഈ 3 പോയിന്റുകളും പരീക്ഷയ്ക്ക് എഴുതേണ്ടതാണ്. നോട്ട്ബുക്കിലേക്ക് ഇത് പകർത്തിക്കോളൂ. ചിത്രം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇനി ഈ പാഠത്തിൽ നിന്ന് വരുന്ന കണക്കുകൾ, അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ഇതൊരു സാധാരണ പരീക്ഷാ ചോദ്യത്തിന്റെ മോഡലാണ്. 1.8 സെന്റിമീറ്റർ ഉയരമുള്ളൊരു വസ്തു ഒരു ലെൻസിൽ നിന്ന് 90 സെന്റിമീറ്റർ അകലെ വെച്ചപ്പോൾ 30 സെന്റിമീറ്റർ അകലെ ഒരു പ്രതിബിംബം രൂപപ്പെട്ടു. കണക്ക് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, അതായത് ചിഹ്നരീതി ഉപയോഗിക്കുക എന്നത്. തന്നിരിക്കുന്ന അളവുകൾക്ക് ശരിയായ ചിഹ്നം കൊടുക്കണം. ഒന്നാമത്തേത് യു, അതായത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. പ്രകാശം ഇടത്തുനിന്ന് വലത്തോട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ദൂരം അളക്കുന്നത് ഓപ്റ്റിക് സെന്ററിൽ നിന്ന് ഇടത്തോട്ടാണ്, അതായത് പ്രകാശത്തിനെതിരെ. അതുകൊണ്ട് യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ യു = -90 സെന്റിമീറ്റർ. അടുത്തത് വി, ഇമേജ് ഡിസ്റ്റൻസ്. പ്രതിബിംബം ലെൻസിന്റെ മറുവശത്താണ്, അതായത് പ്രകാശത്തിന്റെ അതേ ദിശയിലാണ് നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് വി പോസിറ്റീവാണ്. വി = +30 സെന്റിമീറ്റർ. അവസാനമായി എച്ച്ഒ, ഓബ്ജക്റ്റ് ഹൈറ്റ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലായതുകൊണ്ട് പോസിറ്റീവാണ്. ഇനി നമുക്ക് ലെൻസ് ഫോർമുല ഉപയോഗിക്കാം. ഈ സമവാക്യം എല്ലാവരും നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. 1/f = 1/v - 1/u. 1/f = 1/v - 1/u. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലെ ഒരു ബോക്സിൽ ഭംഗിയായിട്ട് എഴുതി വെക്കുക. ഇതിൽ എഫ് എന്നാൽ ഫോക്കസ് ദൂരം, വി പ്രതിബിംബ ദൂരം, യു വസ്തുവിലേക്കുള്ള ദൂരം. ഇനി പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും കോമൺ ആയൊരു തെറ്റ് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. പലരും ഫോർമുലയിൽ യുവിനും വിക്കും വില കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ നെഗറ്റീവ് ചിഹ്നം ചേർക്കാൻ മറന്നുപോകും. അത് വലിയ തെറ്റാണ്. ഉത്തരം മുഴുവൻ തെറ്റിപ്പോകും. ഓർക്കുക, എപ്പോഴും സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചതിന് ശേഷം കിട്ടുന്ന വിലകൾ ചിഹ്നത്തോടുകൂടി തന്നെ ഫോർമുലയിൽ ചേർക്കണം. വളരെ നന്നായി. നമ്മൾ ഈ അധ്യായത്തിലെ പ്രധാന ആശയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ചില റിവിഷൻ പോയിന്റ്സ് നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. 1. ലെൻസ് ഫോർമുല. 2. മാഗ്നിഫിക്കേഷൻ അഥവാ ആവർധനത്തിന്റെ ഫോർമുല, m = v/u. 3. സൈൻ കൺവെൻഷന്റെ നിയമങ്ങൾ. 4ാമത്തെ പോയിന്റ് ഓർത്തുവെക്കുക. കോൺവെക്സ് ലെൻസ് സാധാരണയായി യഥാർത്ഥവും തലകീഴായതുമായ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് പ്രതിബിംബമാണുണ്ടാക്കുന്നത്. എന്നാൽ കോൺകേവ് ലെൻസ് എപ്പോഴും മിഥ്യയും നിവർന്നതുമായ വെർച്വൽ ആൻഡ് ഇറക്റ്റ് പ്രതിബിംബമാണ് തരുന്നത്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഞാനൊരു ചോദ്യം തരാം. ഒരു വസ്തു കൃത്യം 2Fൽ വെച്ചാൽ അതിന്റെ പ്രതിബിംബം എവിടെ, എങ്ങനെയായിരിക്കും? ഈ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതൊന്ന് വരച്ചു നോക്കൂ. നിയമങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും. പരീക്ഷയ്ക്ക് മുൻപ് ഈ വീഡിയോ ഒന്നുകൂടി കാണുന്നത് വളരെ നല്ലതാണ്. കാണുമ്പോൾ ഓരോ ഭാഗത്തും പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ.